ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നേ ഒരു ലഞ്ച് വ്ളോഗ് പോലെയാണ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ കാണിക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ മീനിൻ്റെ മുട്ട തോരൻ വെച്ചതാണേ. അപ്പോൾ ലഞ്ചിന് നമ്മളിവിടെ ഇന്ന് കിട്ടിയത് മത്തിയും അയിലയുമാണ്. മത്തി ഞാനെടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അയില കുറച്ചെടുത്ത് നമ്മൾ കറി വയ്ക്കാനായിട്ടും എടുത്തിട്ടുണ്ട്. നല്ല മുളകിട്ട അയിലക്കറി ഇവിടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണേ. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മുട്ട ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു തോരനും കൂടെ ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി കാണിക്കാം. മത്തിയൊക്കെ ഇവിടെ നല്ല കറുമുറാന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മീനായിരുന്നു. അപ്പോൾ നമുക്കിനി തോരനുണ്ടാക്കാം. മത്തിയുടെയും അയിലയുടെയും മുട്ട എടുത്തിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനായി വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കാന്താരിയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളി, സവോള, 2 കഷ്ണം ചെറിയ കഷ്ണം പുളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2-3 പച്ചമുളകും, പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തേങ്ങ കൊത്തായിട്ടായിരുന്നു കിട്ടിയത്. അത് ഞാനിപ്പോൾ അതാ മിക്സിയിൽ അടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി ആദ്യം എടുത്തു. പിന്നെ അതിലേക്ക് ഇഞ്ചി ഇടുന്നുണ്ട്. ഇഞ്ചി ഞാൻ മുറിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മളൊന്ന് ചതച്ചും കൂടി എടുക്കാൻ പോവുകയാണേ. ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിയും സവോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പുളിയും ഞാൻ 2-3 കഷ്ണമായിട്ട് അരിഞ്ഞു. പിന്നെ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ മുട്ട ആദ്യം ഒരു ചട്ടിയിലേക്ക് ഇട്ട് വയ്ക്കാം. ക്ലീൻ ചെയ്ത മീൻ മുട്ട. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക്, സവോള, ഉള്ളി, പുളി, ഇതെല്ലാം നമ്മൾ അതിലേക്ക് ചേർക്കുവാണ്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ആ ചതച്ച് വെച്ചില്ലേ മിക്സിയുടെ ജാറിൽ, അതുകൂടെ ചേർക്കുവാണ്. അതായത് തേങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കാന്താരി, ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് അതിലേക്ക് ചേർത്തത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി, ഇത്രയുമാണ് നമ്മളിതിലേക്ക് ചേർത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പില കൂടി അതിലേക്ക് അങ്ങ് ചേർക്കാം. എന്നിട്ട് നമ്മൾ പതുക്കെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുവാണ്. ഇപ്പോൾ നമ്മൾ തീ ഇതുവരെ ഓൺ ചെയ്തില്ലായിരുന്നു. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തീ ഓൺ ചെയ്യാൻ പോകുന്നത്. എന്നിട്ടത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. 1-2 പ്രാവശ്യം ഞാൻ ഇളക്കിയിട്ടു. അതിനുശേഷം അതിൽ നിന്ന് ചെറുതായിട്ടിങ്ങനെ വെള്ളം കിനിഞ്ഞു വരുന്നുണ്ട്. ആ വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് കിട്ടുന്നത്, ആ ഒരു ആവിയിൽ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം. അങ്ങനെ നമ്മുടെ മീൻമുട്ട തോരൻ ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അവസാനം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. ഇത്രയേ ഉള്ളൂ, ആ തോരൻ റെഡി ആയിട്ടുണ്ട്. അത് പിന്നെയും നമ്മൾ തീ ഓഫ് ചെയ്തെങ്കിൽ ആ ചട്ടിയുടെ ചൂടുകൊണ്ടാണ് അങ്ങനെ ഇരുന്നൊന്ന് തിളയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ ലഞ്ചിന് ഈ മീൻമുട്ട തോരനും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് മൊത്തം മീൻമയമായിരുന്നു ഇന്ന്. പിന്നെ എന്തോ പയറൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ലൊരു മീൻമയമായ ലഞ്ച് കഴിഞ്ഞു. താങ്ക്